കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലൊരു തലമുറ മാറ്റം വന്നു കഴിഞ്ഞു. വി ഡി സതീശൻ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു നെക്സ്റ്റ് ജനറേഷൻ ലീഡറാണ്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറായി വന്നു. അതേസമയം പാർട്ടിക്കകത്തും അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാറ്റം വരാമല്ലോ സ്വാഭാവികമായിട്ടും, KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് ഒരു ക്ലെയിം ഉണ്ടോ? അല്ല, അത് പാർട്ടിയാണ് ഏൽപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ക്ലെയിം പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത. അല്ല, സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പോൾ ഈ MP സ്ഥാനം എന്നുള്ളത് അവിടെ ഉണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ളൊരു മനസ്സ്, അതല്ലെങ്കിൽ ആഗ്രഹം വ്യക്തിപരമായി ഉണ്ടോ? പാർട്ടി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് വിടാം. അല്ല, അത് വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായത്തിന് ഈ കാര്യത്തിൽ വലിയ സ്ഥാനമില്ല. ഏത് ചുമതല ഏൽപ്പിച്ചാലും ആ ചുമതലകളിലേക്ക് പോകുന്നതിന് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസരങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് ഒരു ക്ലെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനത്തെ ക്ലെയിം ഒന്നും ഇപ്പോൾ പറയാൻ ഞാൻ തയ്യാറല്ല. അത് ഞാനല്ല ആ ക്ലെയിം നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, പാർട്ടി ആ കാര്യം തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി അതിലൊരു പരിഗണനാ വിഷയം ആകേണ്ടതല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാമുദായിക സമവാക്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ഇൻക്ലൂസീവായ പാർട്ടിയാണ്. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും അണിചേർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇനി പാർട്ടിയിലെ പുതിയ മുഖങ്ങളെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ അതൊരു ഘടകമായി വന്നേക്കാമല്ലോ, അല്ലെങ്കിൽ വരണ്ടേ? അല്ല, അത് ഘടകമായി വരിക എന്ന് പറയുന്നത് അത് നിങ്ങളുടെയൊക്കെ ഒരു ചിന്ത ആണ്. അതിനുള്ള സാധ്യതയുണ്ടോ മറ്റുണ്ടോ? പക്ഷെ അത് ഞാൻ എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കുറച്ചുകൂടി ഓപ്പണായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഫിഗേഴ്സ് ഒക്കെ ഒരു സമുദായക്കാരാകുമ്പോൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വേറൊരു സമുദായത്തിൽ നിന്നും വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇപ്പം തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്. പക്ഷേ നമുക്ക് KPCC പ്രസിഡന്റ് ഒരു വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ ഇപ്പൊ K സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നമുക്കറിയാം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പാർട്ടിയെ നയിക്കുന്നുണ്ട്. ഞാൻ അതാണ് ഭാവിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഭാവി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഭാവി നിഗമനം എടുത്തുകൊണ്ട് ഇന്ന തരത്തിൽ എനിക്ക് പോകാനുള്ള അവസരമുണ്ട്. അത്തരത്തിൽ ഞാൻ ഇപ്പോൾ ക്ലെയിം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ?